പരിഹസിച്ചവർക്കെല്ലാം മറുപടി നൽകിക്കൊണ്ടാണ് രേണുസുതി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് രേണുസുതി. എന്തിനുള്ള അവാർഡ് എന്ന് ഒരു പറ്റം ആരാധകരും ചോദിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ രേണുസുതി ഉയർത്തിവിട്ട തരംഗം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. രേണുസുതിയുടെ ഫോട്ടോഷൂട്ട് വീഡിയോകളും ആൽബങ്ങളും ലക്ഷക്കണക്കിന് പേരാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. നിരവധി പേരാണ് രേണുവിനെ അധിക്ഷേപിച്ചും ശരീരപ്രകൃതി പരിഹസിച്ചും സമൂഹ മാധ്യമങ്ങളിൽ കമന്റിട്ടിരുന്നത്. എന്നാൽ ഇതിനെയൊക്കെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ടാണ് രേണു മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. കൊല്ലം സുധിയുടെ ചരമവാർഷിക ദിനത്തിൽ രേണുവിന്റെ പെരുമാറ്റവും എല്ലാം വിമർശനമാക്കി എടുത്തിരുന്നു. എന്നാൽ വെച്ച കാല് പിന്നോട്ടില്ല എന്നാണ് രേണുവിന്റെ നിലപാട്. രേണുവിന്റെ അടിപൊളിയുള്ള വീഡിയോസും മറ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെയാണ് രേണുവിന് മന്ത്രി റിയാസ് നൽകിയ അവാർഡും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ദാസേട്ടൻ കോഴിക്കോട് എന്ന യൂട്യൂബർക്കൊപ്പമുള്ള വീഡിയോ ആണ് ആദ്യമായി രേണുവിനെ വൈറലാക്കിയത്. എന്നാലും അവരുടെ കൂടെ ഇപ്പോൾ അവാർഡ് ലഭിച്ചിരിക്കുന്നു. ബെസ്റ്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ നിരവധി ആൽബങ്ങളിലും ഫോട്ടോഷൂട്ടുകളിലും രേണു ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ അവാർഡാണ്. രേണുവിൻ്റെ ഷോർട്ട് ഫിലിം ഒരുപാട് പേർ കണ്ടു. ഇപ്പോൾ അന്യഭാഷകളിൽ നിന്നും തനിക്ക് അവസരങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നടന്ന അവാർഡ് ദാന പരിപാടിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്നും രേണുസുതി അവാർഡ് ഏറ്റുവാങ്ങിയത്. ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി സർക്കിൾ നടത്തിയ ആദരിക്കൽ ചടങ്ങിലാണ് രേണുസുതിക്ക് അവാർഡ് ലഭിച്ചത്. ബെസ്റ്റ് ക്രിയേറ്ററായാണ് രേണുവിന് അവാർഡ് ലഭിച്ചത്.